ജോക്കർ വേറിട്ടൊരു ജീവിത പരിസരത്തിൽ ഒരുക്കിയ ലോഹിതദാസ് സിനിമ. ആദ്യകാലങ്ങളിൽ സർക്കസ് സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ആ കൂടാരത്തിനകത്തുള്ള വിഷമവൃത്തങ്ങളിലൂടെ കാണികളെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നായകനായ ദിലീപ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യകാലങ്ങളിൽ ചെയ്ത സിനിമകളിൽ ഒന്നുകൂടിയാണ് ഇത്. ഏവറേജ് അഭിനയത്തെക്കാളേറെ അഭിനന്ദിക്കാനായ ഒന്നും ഈ സിനിമയിൽ അയാളുടെ ബാബുവിന് റോളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ കമലയായി മന്യയുടെ നല്ല പെർഫോമൻസാണ്. വില്ലൻ്റെയും നായകൻ്റെയും തൻ്റെ അച്ഛൻ്റെയും ഇടയിൽപ്പെടുന്ന കമലയെ പിടിവിടാതെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബഹദൂറിൻ്റെ അവസാന സിനിമ എന്ന പേരിലും കുറച്ച് മാർക്കറ്റ് ചെയ്തിരുന്നു. വില്ലനായി നിഷാന്ത് സാഗറിൻ്റെ അരങ്ങേറ്റം കണ്ട സിനിമ കൂടിയാണ്. അവസാന ഘട്ടം വരെ നായക പരിവേഷത്തിൽ നിൽക്കാൻ ശ്രമിക്കുന്ന അയാളെ ആ കാരണം കൊണ്ട് തന്നെ തുടക്കം മുതൽ പ്രേക്ഷകർ എതിർഭാഗത്ത് നിർത്തുന്നുണ്ട്. എന്നിരുന്നാലും സുധീർ മിശ്ര നിഷാന്ത് സാഗറിന് ലിംഗഭേദമന്യേ ഒരുപാട് ആരാധകരെ നേടിക്കൊടുത്ത കഥാപാത്രമാണ്. പേഴ്സണലായി പറഞ്ഞാൽ ജോക്കറിൽ ആകാരഭംഗിയിലും അഭിനയത്തിലും അയാളുടെ അടുത്തെത്താൻ പോലും ദിലീപിനായിട്ടില്ല.